ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 14-15 വാക്യങ്ങൾ. യോഹന്നാൻ 17-ന്റെ 14-15 വാക്യങ്ങൾ. ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായക കൊണ്ട് ലോകം അവരെ പകച്ചു. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമെന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. യേശുവിനെ ഉണ്ടാകാൻ പോകുന്ന അസാന്നിധ്യം ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയായിരുന്നു. ഈ അസാന്നിധ്യത്തിന്റെ സമയത്ത് അവർ ഉപേക്ഷിക്കപ്പെട്ടവരായോ ശക്തിഹീനരായോ അവർക്ക് അനുഭവപ്പെടാൻ പാടില്ല. ജനതകൾക്ക് പ്രകാശമായിരിക്കുന്നതിന് യേശുവിൻ്റെ സ്ഥാനത്ത് പ്രതിനിധികളായി അവർ പോകേണ്ടവരാണ്. പിതാവ് പുത്രനെ ലോകത്തിലേക്ക് അയച്ചതുപോലെ പുത്രൻ തൻ്റെ ശിഷ്യന്മാരെ ലോകത്തിലേക്ക് അയക്കുകയാണ്. അയക്കുന്ന ആളിനെ ശരിയായി പ്രതിനിധീകരിക്കുകയാണ് അയക്കപ്പെട്ടവരുടെ ലക്ഷ്യം. ഗുരുനാഥനായ കർത്താവിൻ്റെ ദൗത്യം തുടരുക എന്നത് മാത്രമാണ് അയക്കപ്പെടുന്ന ശിഷ്യരുടെ നിയോഗം. ലോകത്തിന് ക്രിസ്തുവായി തീരുക എന്നതാണ് ഓരോ ശിഷ്യന്റെയും മുൻപിലുള്ള വെല്ലുവിളി. ഈ വേദഭാഗം 11-ാം വാക്യം മുതൽ 19-ാം വാക്യം വരെ യേശുവിൻ്റെ പ്രതിനിധികളായി ശിഷ്യരെ അവതരിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനാ ഭാഗമാണ്. ഒന്ന്, തൻ്റെ ശിഷ്യർ ഈ ലോകത്തിൽ കാത്തുകൊള്ളപ്പെടണമെന്നാണ് യേശു തമ്പുരാൻ പ്രാർത്ഥിച്ചത്. അവരെ ലോകത്തിലേക്ക് അയക്കുമ്പോൾ ലോകത്തിൻ്റെയും പൈശാചികന്റെയും എതിർപ്പുകൾ അവർ അനുഭവിക്കേണ്ടി വരും. തൻ്റെ ശിഷ്യർ ലൗകികരല്ലാത്തത് കൊണ്ടും അവർ ലൗകിക ക്രമങ്ങൾ അനുസരിച്ച് നടക്കാത്തവരായതുകൊണ്ടുമാണ് അവർക്ക് ഈ ലോകത്തിന്റെ ശത്രുത അനുഭവിക്കേണ്ടി വരുന്നത്. ഇസ്കറിയാത്ത് യൂദയെ ശിഷ്യസംഘത്തിൽ നിന്നും യേശുവിന്റെ പക്ഷത്തു നിന്നും അടർത്തി മാറ്റിക്കൊണ്ടു പോകത്തക്ക വിധം പിശാച് തന്റെ ശക്തി പ്രകടമാക്കി. ഈ പൈശാചികനെ അലറുന്ന സിംഹമായിട്ടാണ് പത്രോസ് അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ ചിത്രീകരിക്കുന്നത്. പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൽ നമുക്കത് വായിക്കാം. എന്നാൽ പൗലോസ് ആകട്ടെ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും പോരാടുന്നതിനെ കുറിച്ച് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള ഭാഗത്ത് രേഖപ്പെടുത്തുന്നു. യേശു ഈ പ്രാർത്ഥനയിലൂടെ തൻ്റെ ശിഷ്യർ പൈശാചിക ശക്തികൾക്കെതിരെ ജാഗ്രതയോടെ ഇരിക്കുന്നതിനും സംരക്ഷണത്തിനുമായി അവർക്കൊരു ദൈവിക ശക്തി ഉണ്ടാകണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. പലപ്പോഴും വിശ്വാസികളുടെ പ്രാർത്ഥന ചില സ്വകാര്യ താല്പര്യങ്ങളുടെ നിറവേറ്റലിനും വേണ്ടി മാത്രമായിരിക്കും. അത്തരം താല്പര്യങ്ങൾക്കുപരി പിശാചിനോട് പോരാടുന്നതിനുള്ള ശക്തിക്ക് വേണ്ടിയും പിശാചിനെതിരെയുള്ള സംരക്ഷണത്തിന് വേണ്ടിയും ഇവിടെ പ്രാർത്ഥന നടത്തുന്നു. 2, യേശു തമ്പുരാൻ പ്രാർത്ഥിച്ചത് ശിഷ്യ സമൂഹത്തിന്റെ ഐക്യത്തിന് വേണ്ടിയാണ്. ശിഷ്യ സമൂഹത്തെ തകർക്കുന്നതിനുള്ള പൈശാചിക തന്ത്രം സഭയുടെ ഐക്യത്തെ ശിഥിലമാക്കുക എന്നതാണ്. എവിടെ ഭിന്നതയും മറ്റുള്ളവരെ കൂട്ടായ്മയിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത മാനസിക ഭാവവുമുണ്ടോ അവിടെ ക്രിസ്ത്യാനിറ്റി പരിക്കേൽക്കപ്പെടുന്നുണ്ട്. സഹോദരി ഐക്യമില്ലാത്ത ഒരു സഭയ്ക്കും സുവിശേഷ പ്രഘോഷകരാകാൻ സാധിക്കില്ല എന്നത് വസ്തുതയാണ്. പരസ്പരം മത്സരിക്കുന്ന ആളുകൾ ലോകത്തിന് സുവിശേഷം പങ്കുവയ്ക്കാൻ കഴിയാത്തവരായി പോകും. സഹോദരങ്ങൾ തമ്മിൽ ഉണ്ടാകേണ്ട ഐക്യത്തിന്റെ മാതൃക പിതാവാം ദൈവവും പുത്രനാം യേശുക്രിസ്തുവും തമ്മിലുള്ള ഐക്യബന്ധത്തിൻ്റെതാണ്. സ്നേഹത്തിൻ്റെയും പരസ്പര വിധേയത്വത്തിൻ്റെയും ജീവിത ശൈലി ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ രൂപപ്പെടുന്ന ഇടങ്ങളിൽ മാത്രമാണ് ഐക്യത നിലനിൽക്കുന്നത്. 3, യേശു പ്രാർത്ഥിച്ചത് തൻ്റെ ശിഷ്യർ സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടണമെന്നാണ്.
ക്രിസ്തുവിന് വേണ്ടി സാക്ഷികളാകുന്നതിനായി ശിഷ്യരെ ശക്തീകരിക്കപ്പെടുത്തണം. ഈ ദൗത്യ പൂർത്തീകരണത്തിനായി മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും നന്മകൾ ശിഷ്യരിൽ വളരണമെന്നും ജീവിതശൈലി ദൃഢീകരണമുള്ളവരായി ശിഷ്യന്മാർ മാറണമെന്നും യേശു ആഗ്രഹിച്ചു. ഒരാൾക്ക് ദൈവിക ശുശ്രൂഷകൾ ചെയ്യണമെങ്കിൽ അയാളിൽ ദൈവിക സ്വഭാവങ്ങൾ ഉണ്ടാവണം. ദൈവിക പരിജ്ഞാനത്തിൻ്റെയും ദൈവിക നന്മകളുടെയും നിറവുണ്ടായാൽ മാത്രമേ നമുക്ക് ഉത്തമ ക്രിസ്ത്യാനികളായി ഈ ലോകത്തിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഓരോ ക്രിസ്ത്യാനിയും ക്രിസ്തുവിൻ്റെ പ്രതിനിധികളായി ലോകത്തിൽ ജീവിക്കണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പറയുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകുന്നുവെന്ന് അരുളി ചെയ്തു. ദൈവവചനത്തെ നമ്മുടെ ശുദ്ധീകരണ മുഖാന്തരമായി നമുക്ക് അനുഭവിക്കാൻ സാധിക്കണം. യേശുവിൻ്റെ മഹാപുരുത പ്രാർത്ഥന അതിൻ്റെ അർത്ഥതലത്തിലൊക്കെ പിൻപറ്റാൻ നമുക്ക് ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും, ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടി വരും. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ശക്തമായ പൈശാചിക സ്വാധീനത്തോട് പോരാടുന്നതിനുള്ള ആത്മബലത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ക്രിസ്തുവിലുള്ള നമ്മുടെ ഐക്യത്തെ നഷ്ടപ്പെടുന്ന തൻപോരിമകളിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും യേശുവിൽ വെളിപ്പെട്ട സ്നേഹത്തിൻ്റെയും വിധേയപ്പെടലിൻ്റെയും മാതൃകയിലേക്ക് രൂപപ്പെടുന്ന മാനസാന്തരം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കലർപ്പില്ലാത്ത സത്യത്തിൻ്റെ, നന്മയുടെ, സ്നേഹത്തിൻ്റെ വ്യക്തിത്വങ്ങളായി തീരാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. കാരുണ്യവാനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, പുതിയ പ്രഭാതം ദാനമായി നൽകിയതോർത്ത് നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് രാത്രിയിൽ ലഭിച്ച നിദ്രയ്ക്കായും വിശ്രമത്തിനായും സ്തോത്രം. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ മാറ്റമില്ലാത്ത കരുണയിലും കൃപയിലും മാത്രം ആശ്രയിക്കുന്നു. കൈവിടാതെ കാക്കണമേ. തിരുസാന്നിധ്യ ബോധത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെയും അവിടുത്തെ കരുണ ഞങ്ങളെ പിന്തുടരണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാന്റെ കൃപ കൂടിയിരിക്കണമേ. യേശു മശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കാവലും അനുഗ്രഹവും നാം ഏവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.